നമസ്കാരം. ഇന്ത്യൻ സെൻസർ ബോർഡ് ഫിലിംസിന് സെൻസർഷിപ്പ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ നായകൻ വില്ലൻ വേഷം കെട്ടുകയാണെങ്കിൽ, അയാൾ എന്തെങ്കിലും പരാക്രമമോ ക്രൈംസോ ചെയ്യുകയാണെങ്കിൽ അതിൽ ആകൃഷ്ടരാകുകയാണ്. അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊരു കാര്യം. പിന്നെ നമുക്കറിയാം, ഒരു പ്രത്യേക സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലേക്ക് വയലൻസ് കൂടിയത്. 1 2 3 അങ്ങനെയൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രവിധ്വംസകമായിട്ടുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ചരിത്രം നന്നായി പഠിക്കാതെ അത്തരം സിനിമകൾ ഇറക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയ വിഘടനത്തിന് കാരണമാകാം. മാതാപിതാക്കൾ വളരെയധികം വിദ്യാഭ്യാസമുള്ളവരും ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ് ചിന്താഗതിയോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുമാണ്, മാന്യരുമാണെങ്കിലും കുട്ടികൾ അങ്ങനെ ആവണമെന്നില്ല. അവരെങ്ങനെയാണ് ലാഭേച്ഛയോടുകൂടിയായിരിക്കും അവർ സിനിമ എടുക്കുക. പലരും അതിൽ ഇലിമിനേറ്റികളോ അങ്ങനെയുള്ള പലരുടെയും ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. സൈനിക സ്കൂളിൽ പഠിച്ചു എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളും അതിൽ നിന്നും രാഷ്ട്രീയ അല്ലെങ്കിൽ ദേശസ്നേഹത്തോടെ വരണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ഫിലിംസിന് നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. അത് രാജ്യത്തിന് എങ്ങനെ ദോഷമായിട്ട് ബാധിക്കും. യുവാക്കൾ ഇരച്ച് കയറും ഇത്തരം സിനിമകൾ കാണാൻ. കാരണം അവർക്ക് വയലൻസിനോടും അതുപോലെയുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സിനോടും ഈ കാലത്ത് എന്തുകൊണ്ടാണെന്നറിയില്ല, അവർ കുഞ്ഞിലെ ഈ മൊബൈൽ ഗെയിംസിൽ ഷൂട്ട് ചെയ്യുന്നതും ഗൺ ഷൂട്ട് ചെയ്യുന്നതും യുദ്ധവും ശത്രുക്കളെ കൊല്ലുന്നതും അല്ലെങ്കിൽ ഉള്ള വയലൻസും ഒക്കെ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കാം ഈ യുവജനങ്ങളെല്ലാം ഇതിന് ഇടിച്ചു കയറുന്നത്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എന്നും ഒരു തടസ്സമായിട്ട് നിൽക്കും. നമ്മുടെ രാജ്യം വികസിക്കില്ല, വിഘടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സെൻസർ ബോർഡ് എപ്പോഴും നമ്മൾ ഒരു സെൻസർ ചെയ്ത് തന്നെ ഒരു സിനിമ വിടുക. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്തുക, ചരിത്രം കണ്ടെത്തുക. എന്നിട്ട് മാത്രമേ ആ സിനിമ കൊടുക്കാവൂ. പ്രത്യേകിച്ച് ഒരു സിനിമയിൽ ഏറ്റവും വലിയൊരു നടൻ, ഇന്ത്യയിൽ നമ്മൾ കണ്ടതിൽ വളരെയധികം മഹത്തായ ഒരു നടനെ ദുരുപയോഗം ചെയ്യുകയും അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത ഒരു ഭക്തനെ അതിൽ ദുരുപയോഗം ചെയ്യുകയും ചെയ്താൽ അത് വളരെ തെറ്റല്ലേ? അവരൊക്കെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് അവർ പെർമിഷൻ കൊടുത്തത്? ഇനി അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവാം, എന്തെല്ലാം ലഹളകൾ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് ഓർത്തോ? ഇല്ല. എങ്ങനെയോ പോട്ടെ അല്ലേ രാജ്യം. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. സെൻസർ ബോർഡ് നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ട്രൂത്തും മനസ്സിലാക്കിയതിന് ശേഷം ഹൈക്കോടതി തള്ളിയ ഒരു കേസ്, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ കേസ് സത്യമായിട്ടെടുക്കുമ്പോൾ അതിന് നിങ്ങൾ പ്രതികരിക്കുക, ജനങ്ങൾ പ്രതികരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം.